ഒന്നാമതായി പതിവായി വാക്യൂം ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വാക്യൂം ചെയ്യുമ്പോൾ വാക്യൂം ക്ലീനർ നമ്മൾ HEPA എന്ന ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുള്ള വാക്യൂം ക്ലീനർ ആയിരിക്കണം ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ കിടക്കുന്ന കിടക്കകളും മെത്തകളും അതേപോലെ ബെഡ്ഷീറ്റുകളും കർട്ടനുകളെല്ലാം ആഴ്ചയിൽ 2 തവണ കുറഞ്ഞത് 2 തവണയെങ്കിലും ചൂടുവെള്ളത്തിലിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മുടെ വീടുകളിലെ ഈർപ്പം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വീടുകളിൽ ഈർപ്പം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന്, വീട്ടിലെ ഈർപ്പമുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ കുളിമുറികളും അതേപോലെ കിച്ചൺ പോലെയുള്ള ഈർപ്പമുള്ള ഒരു ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഒരു ഭാഗങ്ങൾ നന്നായിട്ട് വായുസഞ്ചാരമുള്ളതാക്കുകയും ഡ്രൈ ആക്കുകയും അതേപോലെ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്നാണ്, നമ്മുടെ വീടുകൾ വളർത്തുന്ന പെറ്റ് അനിമൽസ്, വളർത്തു മൃഗങ്ങളുണ്ടല്ലോ, അവയെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള അത്തരം മൃഗങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതും വീടുകളിലെ അലർജി ഒഴിവാക്കുന്നതിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഹോമിയോപ്പത്തിക് അലർജി ട്രീറ്റ്മെൻറ്റിനും ബുക്കിങ്ങിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന